ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. അതായത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷ നേതാവ് മാറി, രമേശ് ചെന്നിത്തല മാറി, വി ഡി സതീശൻ, ഈ കാലയളവിൽ ഈ സർക്കാരിനെതിരെ മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങളിൽ നിലനിൽക്കാൻ പ്രതിപക്ഷത്തിനായോ, കോടതിയിൽ പോയി സർക്കാരിനെതിരെ പരാമർശം വാങ്ങിക്കാനായോ, ഒരു അന്വേഷണത്തിൻ്റെ കോർട്ട് ഓർഡർ വാങ്ങിക്കാനായോ നിരന്തരം മാത്യു കുഴൽനാടനടക്കം പരാജയപ്പെട്ടില്ലേ? പ്രതിപക്ഷത്തിന് മന്ത്രിമാർക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് അത് വസ്തുതാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാളിതുവരെ കഴിയാത്ത നാടല്ലേ കേരളം? മറുപടി മറുപടി അരുൺ പറഞ്ഞൊരു കാര്യത്തിലേക്ക്, നിങ്ങൾ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം, ഇവിടുത്തെ ജനങ്ങൾ പഴയ പോലെയല്ല. ജനങ്ങൾ കുറച്ച് ബോധത്തോടു കൂടി കാണുന്നവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ നടന്ന നിങ്ങൾ പറഞ്ഞു ഈ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. കൊച്ചി മെട്രോ പൂർത്തീകരിച്ചിട്ടില്ല, 1ാം ഘട്ടം പൂർത്തീകരിച്ചതാ UDF. അത് തുടർ പദ്ധതിയാണ്, തുടർ പ്രോജക്റ്റ് ആണ്, നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങള് 1ാം ഘട്ടം പറഞ്ഞുതരാന്നേ. എറണാകുളത്ത് അന്താരാഷ്ട്ര വിമാനം താവളം ഉണ്ടാക്കാൻ എന്റെ നെഞ്ചത്തോട്ട് വിമാനം ഇറക്കണം എന്ന് പറഞ്ഞ യശ് ശർമ്മ ആ സൊസൈറ്റിയുടെ വൈസ് ചെയർമാനായ ചരിത്രം അരുണെ മറക്കണ്ട. കേരളത്തിൽ ഞങ്ങളിത് വളരെ ധൈര്യപൂർവ്വം പറയുന്നു, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാവട്ടെ, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തലാവട്ടെ എന്ന് ഞാൻ പറയുന്നു. അരുണ് പറയട്ടെ, ഈ ഉപതെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്ന് അരുണ് പറയട്ടെ. ഞാൻ പറയുന്നത് ക്രിയാത്മകമായി കഴിഞ്ഞ 9 വർഷം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഗവൺമെന്റിനെതിരെയുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു കോടതിയുടെയോ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികളുടെയോ അന്തിമമായ വിധികൾ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കോടതികളോ അന്വേഷണ ഏജൻസികളോ ഈ ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശാശ്വതമായ ഒരു വിധിയല്ല, അതിനപ്പുറത്തേക്കും നിയമപരമായ പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച 1 സ്വർണ്ണക്കള്ളക്കടത്ത്, 2 ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, 3 ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ സ്വർണം കടത്തി, 4 ഖുറാന്റെ ഉള്ളിൽ വെച്ച് സ്വർണം നടത്തി, 5 ലൈഫ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി, 6 കരിവണ്ണൂർ ബാങ്കുമായിട്ട് അഴിമതി, അതുപോലെ തന്നെ ജലമെട്രോയിൽ അഴിമതി, AI ക്യാമറയിൽ അഴിമതി, അതുപോലെ തന്നെ നിരവധി അഴിമതി കേസുകൾ നിങ്ങൾ ഉന്നയിച്ചു. ഏതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലും കോടതികളിൽ നിങ്ങൾ പോയപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഏത് പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് VD സതീശന്റെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി കോടതി. അതിനുശേഷം ഹൈക്കോടതി ഇന്ന് കണ്ടാൽ അദ്ദേഹം എണീക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ആരോപണം നിങ്ങൾ ഉന്നയിച്ചിട്ട് അത് ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. 2016 91 സീറ്റ് ഞങ്ങൾക്ക്, 2021 അത് 99 സീറ്റായി, 45.3% വോട്ടായി. ഇനിയിപ്പോ 2025-26 വരും, ഞങ്ങൾ 100-ലധികം സീറ്റായി. 3ാം പിണറായി സർക്കാർ, 3ാം LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിലേക്ക് മാറുക. പിന്നെ പ്രതിപക്ഷം കേരളത്തിന്റെ സമൂഹത്തിൽ ഇത്രയും വലിയ ഒറ്റുകാരായി. കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം. നമുക്കറിയാം കേരളത്തിന്റെ പേര് കേട്ടാൽ എത്ര ആവേശത്തോടെയാണ്. ചൂരൽമല മുണ്ടക്കൈ, ഈ കേരളത്തിന് നയാ പൈസ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? കേരളം ഒരു വിദേശ സഹായം ചോദിച്ചു ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്, നമുക്ക് തന്നില്ല. മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു, ഒരക്ഷരം നിങ്ങൾ ഉരിയാടിയോ? അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചു, സെക്ഷൻ 13 പ്രകാരം ബാങ്ക് വായ്പകൾ ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം. ഒരക്ഷരം നിങ്ങൾ ഇതുവരെ ചോദിച്ചു? ഈ കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം ഉരിയാട്ടിയിട്ടില്ല. അതിന് ജനങ്ങൾ കൃത്യമായി തരും.